മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന പുതിയ മദ്യനയം പിൻവലിക്കണമെന്നാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ഒരു തലമുറയെ പൂർണ്ണമായും നശിപ്പിക്കുവാൻ ഇടയാകുന്ന രീതിയിലാണ് സർക്കാരിൻ്റെ പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്നതായ മദ്യനയം. കേരളത്തിലെ ഒരു തലമുറ, പ്രത്യേകിച്ച് യുവതലമുറ, ബാറിൽ തന്നെ കിടന്നുറങ്ങണമെന്നുള്ളതാണോ സർക്കാർ ആഗ്രഹിക്കുന്നത്? അതാണോ സർക്കാരിൻ്റെ പുതിയ മദ്യനയം എന്ന് വ്യക്തമാക്കപ്പെടേണ്ടിയിരിക്കുന്നു. 24 മണിക്കൂറും മദ്യം ലഭ്യമാക്കുന്നത് വഴി എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ ആശങ്കയോടുകൂടി മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് നോക്കിക്കാണുവാനായി സാധിക്കുകയുള്ളൂ. കേരളത്തിൻ്റെ സംസ്കാരത്തിന് ചേരുന്നതല്ല ഈ മദ്യനയം. കേരളത്തിൻ്റെതായ ഒരു തനത് സംസ്കാരം കേരളത്തിനുണ്ട്. ആ സംസ്കാരത്തെ നശിപ്പിച്ച് പട്ടയ മോഡലിൽ ഈ സംസ്ഥാനത്തെ മാറ്റുന്നത് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കോൺഫറൻസുകളുടെയും പേരിൽ കേരളത്തിൻ്റെ തനത് സംസ്കാരത്തെ നശിപ്പിക്കുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്, അങ്ങേയറ്റം അപലനീയമാണ്, പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. 1000-ഓളം വരുന്ന ബാർ മുതലാളിമാർക്ക് വേണ്ടി ഒരു തലമുറയെ വിറ്റുതുലയ്ക്കുക എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തോട് സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ അപജയമാണ്. ആ മുതലാളിമാർക്ക് വേണ്ടി ഒരു തലമുറയെ ഇല്ലായ്മ ചെയ്യുവാൻ സർക്കാർ കൂട്ടുനിൽക്കുകയാണോ എന്ന് വളരെ ആശങ്കയോടുകൂടി മാത്രമേ നോക്കിക്കാണുവാനായി സാധിക്കുകയുള്ളൂ. അമ്മമാരുടെ കണ്ണുനീരിനേക്കാളും വലുതാണോ ബാർ മുതലാളിമാരുടെ ആവശ്യമെന്ന് സർക്കാർ ചിന്തിക്കണം. തീർച്ചയായും ഈ കേരളത്തിൽ കഴിഞ്ഞൊരു 2-3 വർഷത്തിൻ്റെ ഇടയിൽ നടന്നില്ല, ഒത്തിരി പുറകോട്ട് പോകേണ്ട, 3 വർഷത്തിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള എല്ലാ ക്രിമിനൽ ഒഫൻസുകളും, എല്ലാ ക്രൈമുകളും ഒന്ന് പരിശോധിച്ചാൽ 90% കേസുകളുടെയും പുറകിൽ മദ്യത്തിൻ്റെയും മയക്കുമരത്തിൻ്റെയും അദൃശ്യമായ ഒരു കൈയുണ്ട്, അതിൻ്റെ ഒരു ടച്ചുണ്ട്. ഇത്രയൊക്കെ മനസ്സിലാക്കുവാൻ പ്രാപ്തിയുള്ള സർക്കാർ ഭരണകൂടം തീർച്ചയായും കൂടുതൽ മദ്യം കേരളത്തിലേക്ക് 24 മണിക്കൂറും ഈ മദ്യം ലഭ്യമാക്കുന്ന രീതിയിലുള്ള നയങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ച് അമ്മമാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങളെ വളർത്തുന്ന കുടുംബാംഗങ്ങൾ വളരെ ആശങ്കയോടുകൂടി മാത്രമേ ഇതിനെ നോക്കിക്കാണുവാനായി സാധിക്കുകയുള്ളൂ. വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ സംസ്കാരത്തെയും ഒരു തലമുറയെയും വിറ്റിട്ട് ഖജനാവ് വീർപ്പിക്കുക എന്ന് പറയുന്നത് കേരളത്തിന് അപമാനകരമാണ്, ലജ്ജാകരമാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു തലമുറയെ ഇല്ലാതാക്കുകയാണ്, കേരളത്തിൻ്റെ തനതായ സംസ്കാരത്തെ ഇല്ലാതാക്കുകയാണ്. ഇങ്ങനെ വിറ്റിട്ട് വേണോ ഖജനാവ് വീർപ്പിക്കാൻ? ഇതിനെതിരെ കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ, തലമുറകളെ സ്നേഹിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ എല്ലാ മതസംഘടനകളും ജാതി മത ഭേദമന്യേ കേരളത്തിൻ്റെ നന്മയെ കരുതി ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രക്ഷോഭമായി മുന്നോട്ടിറങ്ങണമെന്നാണ് ഓർത്തഡോക്സ് സഭയുടെ നിലപാട്. അത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിലേക്ക് കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പലപ്പോഴും നടത്താറില്ല സർക്കാർ. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു നീക്കം നടത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്താണെന്നാണ് സംശയിക്കുന്നത്? അതിനെ സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ കാണുവാനായി സാധിക്കുകയുള്ളൂ. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് 2016 അധികാരത്തിലേറുമ്പോൾ മദ്യത്തിൻ്റെ ലഭ്യത കുറച്ചുകൊണ്ട് വരും എന്ന് നമുക്കറിയാം. പല പരസ്യങ്ങളും നൽകി, സിനിമാ നടിമാരെയൊക്കെ ഉപയോഗിച്ച് പരസ്യങ്ങൾ നൽകി അധികാരത്തിൽ കയറി 2026 ആയപ്പോഴത്തേക്ക് 24 hours എല്ലായിടത്തും മദ്യം ലഭ്യമാക്കുക എന്ന് പറയുന്നത്, അതിനകത്ത് രാഷ്ട്രീയമല്ല ഈ പറയുന്നത്, കേരളത്തിൻ്റെ ഒരു തലമുറയെ പറ്റിയുള്ള ആശങ്കയാണ് പറയുന്നത്. ഇത് മാധ്യമങ്ങൾ ഏറ്റെടുക്കണം. ഇത് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയം പറയുവാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു തലമുറയെ നിലനിർത്തുവാൻ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനത്തോടെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് എവിൾസ് ഓൺ കൺട്രിയായി മാറാതിരിക്കുവാൻ, നമ്മുടെ തനതായ നമ്മുടെ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുവാൻ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളോടും, തലമുറകളുടെ വളർച്ചയെ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളോടും ചേർന്ന ഓർത്തഡോക്സ് സഭയും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. യുവതലമുറ ലഹരികൾ വ്യാപിക്കുന്ന സമയത്ത് ഈ മദ്യത്തിനോട് യുവതലമുറ വിമുഖത കാണിക്കുന്നു, രാസലഹരികളിലേക്കൊക്കെ പോകുന്നു. അപ്പൊ അതിൽ കൂടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, അതിന്റെ ഒരു ബോധവൽക്കരണം നടത്തണ്ടേ? നിലവിൽ മദ്യത്തിന്റെ അതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. വിമുക്തി മിഷൻ എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ പൊടിപൊടിക്കുകയും അതോടൊപ്പം 24 മണിക്കൂറും രാവും പകലുമില്ലാതെ മദ്യം ലഭ്യമാക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ഉദ്ദേശശുദ്ധിയെ സംശയത്തോടുകൂടി മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഭിന്നശേഷി അധ്യാപന നിയമത്തില് NSS വിധി അത് നടപ്പാക്കാൻ ഒരു നിയമോപദേശം സർക്കാർ ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട NSS വിധി എല്ലാവർക്കും നടപ്പാക്കാൻ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുമെന്നാണ് പറയുന്നത്. ഞാൻ ഈ മദ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രം പ്രതികരിക്കാൻ മാത്രമേ എനിക്ക് നിർദ്ദേശമുള്ളൂ. അത് സംബന്ധിച്ച് മാത്രമേ ഞാൻ പറയുള്ളൂ. ബാക്കി കാര്യങ്ങൾ
സഭയുടെ ബന്ധപ്പെട്ട ആളുകൾ പ്രതികരിക്കും. മദ്യനയത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഇപ്പോഴുള്ള നമ്മുടെ തലമുറയെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും ഗൗരവമായി കാണേണ്ട ഒരു വിഷയമായത്. ഈ വിഷയത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കുക, അത് മാത്രം പ്രതികരിക്കുന്നു. ഇപ്പോൾ അതിലൊരു അനുകൂലമായിട്ട് വിധി വരുന്നു എന്നുള്ളതാണ്. അതായത് NSS-ന്റെ അത് സഭകൾ അതിൽ ആ വിധി അത് വന്നതിന് ശേഷം അതിനെപ്പറ്റി പ്രതികരിക്കുക.